എന്നെ കൊണ്ട് ഈ കാണുന്ന റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ടും പറ്റും. റുബിക്സ് ക്യൂബ് ഒക്കെ പഠിക്കണ മുമ്പ് ഞാനും നിങ്ങളെപ്പോലെ ഒരാളായിരുന്നു. എന്നെ കൊണ്ടൊന്നും ഈ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളെപ്പോലെ തന്നെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താ മെയിൻ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും തുടക്കത്തിൽ തന്നെ പറയും, ഒരുപാട് ഇക്വേഷൻസ് പറയും. അപ്പൊ തന്നെ എന്റെ കിളി പോവും, ഞാൻ അപ്പൊ തന്നെ വീഡിയോ നിർത്തി പോകും. പിന്നീട് ഒരു പോയിന്റിൽ എനിക്കിത് എങ്ങനെയെങ്കിലൊക്കെ പഠിച്ചെടുക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ അത് പഠിച്ചെടുത്തത്. അപ്പോ ഞാൻ ഇക്വേഷൻസ് ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ തന്നെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും, ഈ വീഡിയോയിൽ ഇക്വേഷൻസ് ഒന്നും ഇല്ല എന്ന് കേട്ടപ്പോ. അങ്ങനെയല്ല, ലാസ്റ്റ് 2 സ്റ്റെപ്പിൽ ഇക്വേഷൻസ് ഉണ്ട്, അത് ഒഴിവാക്കാൻ പറ്റൂല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ അവിടേക്കൊക്കെ എത്തുമ്പോ തന്നെ ആ 2 സ്റ്റെപ്പും അതും ഈസി ആയിട്ട് സോൾവ് ചെയ്യും. നമ്മുടെ ക്യൂബിന്റെ സ്റ്റെപ്പുകളൊക്കെ പഠിക്കണ മുമ്പ് ആദ്യം നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിയാം. അപ്പോൾ നമ്മുടെ ക്യൂബിന്റെ ഈ കാണുന്ന കളേഴ്സ് ഒക്കെ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചേഞ്ച് ആവും. പക്ഷെ ഈ സെന്ററിൽ വരുന്ന കളർ ഉണ്ടല്ലോ, ഇത് മാത്രം നമ്മൾ എത്ര റൊട്ടേറ്റ് ചെയ്താലും ഇത് ചേഞ്ച് ആവൂല. എല്ലാ കളേഴ്സിന്റെയും ഇതുപോലെ തന്നെ കേട്ടോ. എല്ലാ കളേഴ്സിനും സെന്ററിൽ വരുന്ന കളേഴ്സ് ഒരു കാരണവശാലും ചേഞ്ച് ആവില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ സെന്ററിൽ വരുന്ന കളേഴ്സ് ചേഞ്ച് ആവാത്തത്. ഞാൻ ഈ ക്യൂബിനെ ജസ്റ്റ് ഒന്ന് പൊളിച്ച് കാണിച്ചുതരാം. അപ്പൊ ഇതാണ് നമ്മുടെ ക്യൂബിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ എല്ലാ പീസുകളും അയച്ചു മാറ്റി, പക്ഷെ ഈ സാധനം സെന്റർ പീസുകൾ നമുക്ക് ഒരിക്കലും അയച്ചു മാറ്റാൻ പറ്റില്ല. അപ്പൊ പഠിക്കുന്നവർക്കൊക്കെ വരുന്ന മെയിൻ ഡൗട്ടാണ്, നമ്മളെ ക്യൂബ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എല്ലാ കളറും ചേഞ്ച് ആവുമെന്നാണ് വിചാരിക്കുക. പക്ഷേ നമ്മളെ ക്യൂബിന്റെ സെന്റർ പീസുകൾ ഒരു കാരണവശാലും ചേഞ്ച് ആവില്ല. അപ്പൊ അത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്യൂബിനെ മൊത്തത്തിൽ നിന്ന് അഴിച്ചു മാറ്റിയത്. നമ്മുടെ ക്യൂബിന്റെ അടുത്ത കുറച്ച് ബേസിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് നമ്മളെ ക്യൂബിന്റെ സെന്റർ പീസ് ഇട്ടാ. പിന്നെ ഇത് രണ്ടും നമ്മളെ കോർണർ പീസുകൾ എന്ന് പറയും. എല്ലാ സൈഡിനും അങ്ങനെയാണ്. ഈ ഭാഗത്തിനും ഇത് സെന്റർ പീസ്, ഇത് രണ്ടും കോർണർ പീസ്. പിന്നെ നമ്മുടെ ക്യൂബിന്റെ ഈ ഭാഗത്തിന് നമ്മൾ റൈറ്റ് സൈഡ് എന്ന് പറയും, ഈ ഭാഗം നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയും. അത് നമ്മൾ വലുതായിരിക്കുന്ന ഭാഗം റൈറ്റ് സൈഡ്, ഇടതായിരിക്കുന്ന ഭാഗം ലെഫ്റ്റ് സൈഡ്. പിന്നെ നമ്മളെ ക്യൂബ് നമ്മളെ ക്യാമറ ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നമ്മൾ ഫേസ് എന്ന് പറയും കേട്ടോ. പിന്നെ ഇതിനെ മോൾ ഭാഗത്തിന് അപ്പ് സൈഡ് എന്ന് പറയും. പിന്നെ നമ്മൾ ഈ ഫേസിന്റെ ഓപ്പോസിറ്റ് ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം, അതായത് ഈ ഭാഗത്തിന് നമ്മൾ ബാക്ക് സൈഡ് എന്ന് പറയും. അത്രേ ഉള്ളൂ ബേസിക്സ് ആയിട്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ മഞ്ഞയുടെ ഫേസ്. അത് മഞ്ഞയുടെ സെന്റർ വരുന്ന ഫേസ്, മഞ്ഞയുടെ ഫേസ് ഇട്ടാ. അപ്പൊ ഈ ഫേസിൽ നമുക്ക് ഈ കാണുന്ന 4 ഭാഗങ്ങളുണ്ടല്ലോ, അതായത് സെന്റർ പീസുകൾ നമുക്ക് വൈറ്റിനെ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് സെന്റർ പീസ് വൈറ്റ് ഉള്ള ഭാഗം എവിടെയാന്ന് നോക്കുക. ഇവിടെ സെന്റർ പീസ് വൈറ്റ് ആയി കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ വൈറ്റ് ഉണ്ട്, ഇത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് ഇത് നേരെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക, എന്നിട്ട് നേരെ മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. നമുക്ക് ഇവിടേക്ക് എത്തി, നമുക്ക് ഇവിടെയും കൂടി എത്തിച്ചാൽ. അപ്പോൾ ഇവിടെ ഒരു വെള്ള കിടക്കുന്നുണ്ട്, ഇത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് നോക്കിക്കോട്ടാ. ഇത് തുറക്കക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, എന്നാലും ശ്രദ്ധിക്കുക. പറഞ്ഞിടാ, ഇവിടെ നമ്മൾ നേരെ റൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു, എന്നിട്ട് നമ്മളിത് നേരെ മുകളിലേക്ക് കൊണ്ടുവന്നു, എന്നിട്ട് ഇവിടെ നമ്മൾ നേരെ ഇങ്ങനെ കൊണ്ടുവന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു, എന്നിട്ട് നേരെ മുകളിലേക്ക് കൊണ്ടുവന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഒന്നും കൂടി വീഡിയോ ജസ്റ്റ് ഒന്നുകൂടി കാണുക, അപ്പോൾ കുറച്ചേ കിട്ടും. തുറക്കക്കാർക്ക് അത് കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആ ക്യൂബിനെ ഇങ്ങനെ റൊട്ടേറ്റ് ഞങ്ങൾ പഠിക്കും. ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ക്യൂബിന് പെട്ടെന്ന് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യാൻ പഠിക്കും. പിന്നെ അടുത്ത് നമ്മൾ ഇവിടെ കിടക്കുന്നുണ്ട്, ഇതിനെ നമ്മൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അതിന് വേണ്ടി എന്ത് ചെയ്യുന്ന, ഇവിടെ നമ്മൾ കൊണ്ടുപോട്ടാ, ഇങ്ങനെ കൊണ്ടുപോകുന്നു റൈറ്റിലേക്ക്, പിന്നെ നമ്മൾ നേരെ റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടണം. ഇപ്പം ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോകും. ഇതുപോലത്തെ ഷേപ്പ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ ഷേപ്പ് ഉണ്ടാക്കാന്നാട്ടാ. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വൈറ്റ് ഉണ്ടല്ലോ, വൈറ്റിന്റെ സൈഡിൽ വരുന്ന കളർ നോക്കുക, ഏതാ? ഓറഞ്ച് ആണ്. അപ്പൊ ഈ ഓറഞ്ചിന്റെ സെന്റർ പീസിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഓറഞ്ചിന്റെ സെന്റർ പീസ്, അത് ഓറഞ്ചിന്റെ കളേഴ്സ് വരുന്ന ഭാഗമാട്ടോ ഇവിടെ. അപ്പൊ ഓറഞ്ചിന്റെ സെന്റർ പീസ് കൊണ്ട് കണക്ട് ചെയ്ത ശേഷം നമ്മൾ നേരെ എന്ത് ചെയ്യുക, നേരെ റൊട്ടേറ്റ് ചെയ്യുക. എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്? നമ്മൾ വൈറ്റിന്റെ ഫേസിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ അത് റൊട്ടേറ്റ് ചെയ്ത ശേഷം മറ്റേതും നമ്മൾ ചെയ്യുക. അപ്പോൾ ഓൾറെഡി ബ്ലൂവും മാച്ചിങ് ആണ്, അപ്പൊ ഒന്നും നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. നേരെ റൊട്ടേറ്റ് ചെയ്താൽ എവിടേക്ക് റൊട്ടേറ്റ് ചെയ്തത്? വൈറ്റിലേക്ക് ഇട്ടാ. പിന്നെ നമ്മൾ അടുത്തത് വൈറ്റിന്റെ സൈഡിൽ പച്ച കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തു, നേരെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇനി അടുത്തത് ചോപ്പ്, അപ്പൊ ചോപ്പിലേക്ക് കണക്ട് ചെയ്യുക. ചോപ്പിലേക്ക് കണക്ട് ചെയ്തു, നേരെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. ഇതാണ് നമ്മളെ സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ, ഈ കാണുന്ന 4 കോർണർ പീസുകൾ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് വൈറ്റിനെ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്യൂബ് ഉണ്ടല്ലോ ഇങ്ങനെ പിടിക്കുക. ഇനി നമ്മുടെ വീഡിയോയിൽ ക്യൂബ് പിടിക്കേണ്ടത് വൈറ്റ് താഴെയും മഞ്ഞയുടെ ലെയർ, അത് മഞ്ഞയുടെ സെന്റർ വരുന്ന ഫേസ് ഇതാണ്. ഇവിടെ മൊത്തം മഞ്ഞ വരുന്ന സ്ഥലമാണ്, അറിയാലോ. അപ്പൊ ക്യൂബ് നമ്മൾ പിടിക്കേണ്ടത് ഇങ്ങനെയാട്ടെ. വീഡിയോയിൽ മൊത്തം തുടക്കക്കാരൊക്കെ മെയിൻ വരുന്ന മിസ്റ്റേക്ക് ആണ്, ക്യൂബ് ഇങ്ങനെ പല രീതിയിൽ പിടിക്കുമ്പോൾ സോൾവ് ചെയ്ത് വരുമ്പോൾ മൊത്തത്തിൽ അലമ്പാവും. ഞാനൊക്കെ പഠിക്കണതിൽ മെയിൻ പ്രശ്നമാണ്, അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പൊ നമ്മളെ ക്യൂബ് ഇങ്ങനെ പിടിച്ച ശേഷം
നമ്മുടെ ഇതാണ് കേട്ടോ തേർഡ് ലെയർ എന്ന് പറയാം. ഈ തേർഡ് ലെയറിൽ നമുക്ക് വൈറ്റിനെ കണ്ടെത്തുക. ഇവിടെ വൈറ്റ് ഉണ്ട്. അപ്പൊ ഈ വൈറ്റിന്റെ സൈഡിൽ കളർ ഏതാ? ഓറഞ്ച്. അപ്പൊ ഓറഞ്ചിന്റെ ഫേസുമായി കണക്ട് ചെയ്യുക ആദ്യം. ഇത് ഓൾറെഡി ഓറഞ്ചിന്റെ ഫേസുമായി കണക്റ്റഡ് ആണ്. ഇത് ഓറഞ്ചിന്റെ സെന്റർ ഫേസ്. ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാം. ഇത് കണക്ട് ചെയ്ത ശേഷം ഈ വൈറ്റ് ഫേസ് നമ്മുടെ ഫേസിനോട് ഇങ്ങനെ ഫേസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് നമ്മൾ കണക്ട് ചെയ്ത് എവിടെയാണ്? റൈറ്റ് സൈഡിലാണ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡായി ലെഫ്റ്റ് സൈഡിലേക്ക് വൈറ്റിനെ കൊണ്ടുപോകാം. എന്നിട്ട് നമ്മുടെ താഴെയുള്ള വൈറ്റിനെ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുക. ലിഫ്റ്റ് ചെയ്ത ശേഷം ഈ നമ്മൾ കൊണ്ടുവച്ച ലെഫ്റ്റ് സൈഡിലെ വൈറ്റ് ഉണ്ടല്ലോ, ഇതിന് നമ്മൾ നേരെ ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നേരെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുവന്നതിനെ നേരെ താഴേക്ക് ആക്കുക. അപ്പൊ എന്തായി? അവിടെ നമ്മൾ ഫിറ്റ് ചെയ്തു. ഇനി അടുത്ത വൈറ്റ് നോക്കുക. ഇതാ ഇവിടെ വൈറ്റ് ഉണ്ട്. ഈ വൈറ്റിന്റെ സൈഡിലെ കളർ ഏതാ? പച്ച. അപ്പൊ ഈ പച്ചയുടെ സെന്റർ പീസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെക്കുക. പച്ചയുടെ സെന്റർ പീസുമായി കണക്ട് ചെയ്തു. പച്ച സെന്റർ പീസ് ഇരിക്കുന്നത് ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലാണ്. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിലുള്ളതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്, ഏത് സൈഡിലാണോ ഉള്ളത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ വൈറ്റിന്റെ ഈ ലെയർ ഉണ്ടാവല്ലോ, ഇതിനെ നമ്മൾ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നു. നേരെ നമ്മൾ വൈറ്റിനെ ഇതാ ഫിറ്റ് ചെയ്തു. നേരെ താഴേക്ക് ഇറക്കുന്നു. അപ്പൊ എന്തായി? ഇവിടെ മൊത്തം ഫില്ലായിട്ടാ. നമുക്ക് ഇവിടെ ഫില്ലാക്കാവുള്ളൂ. അപ്പൊ അടുത്ത വൈറ്റ് നമ്മൾ നോക്കുക. തേർഡ് ലെയറിൽ വൈറ്റ് ഒന്നും കാണാനില്ല. ഇനി എന്ത് ചെയ്യും? ഇപ്പോൾ ഞാൻ നമ്മുടെ അടുത്ത കുറച്ച് തുടക്കക്കാർക്ക് ഇത് മെയിൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ സ്റ്റെപ്പ് പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡാവും. ഇതാ ഈ കാണുന്ന വൈറ്റ് ഇവിടെയാണ് കിടക്കുന്നത്. ഇത് കാണുമ്പോൾ ഇത് എങ്ങനെ കൊണ്ടുവരുന്നൊക്കെ തോന്നും. സിമ്പിളാണ്, ഞാൻ കാണിച്ചിട്ട് കേട്ടോ. ഇതാ ഈ കാണുന്നതാ ശ്രദ്ധിച്ചോ. ഈ കാണുന്ന നമ്മളെ റൈറ്റ് സൈഡിനെ നമ്മൾ നേരെ മുകളിലേക്ക് കൊണ്ടുവന്നു. ഇത് ഇവിടേക്ക് കൊണ്ടുവന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന തേർഡ് ലെയർ ഉണ്ടല്ലോ, ഇത് നമ്മൾ നേരെ ബാക്കിലേക്ക് കൊണ്ടുപോകാം. ബാക്കിലേക്ക് കൊണ്ടുപോയി ഇനി നമ്മൾ ഈ വൈറ്റ് ഉണ്ടല്ലോ, നമ്മൾ പൊന്തിച്ച ലിഫ്റ്റ് ചെയ്ത ഭാഗം, ഈ ഭാഗത്ത് നമ്മൾ നേരെ താഴേക്ക് ഇറക്കാം. ഇപ്പൊ എവിടേക്ക് എത്തി? നമ്മൾ തേർഡ് ലെയറേക്ക് എത്തി. അത് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിച്ചത്. അപ്പൊ നോക്കി ചെയ്യാട്ടാ. കുറച്ച് തുടക്കക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും. ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് സംഭവമാണ്. പിന്നെ ഇതാ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ നമ്മൾ ചെയ്തപ്പോൾ തന്നെ അത് ഓൾറെഡി ക്രോസ് ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പോസിറ്റ് സൈഡായ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. നേരെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നു. നേരെ ഫില്ല് ചെയ്തു. താഴേക്ക് ഇറക്കി. ഇനി അടുത്തത് നമ്മുടെ വൈറ്റിന്റെ സൈഡിലുള്ളതാ ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ചിന്റെ ഫേസുമായി കണക്ട് ചെയ്യാം. ഇത്ര നേരം നമ്മൾ ചെയ്തൊക്കെ റൈറ്റ് സൈഡിലായിരുന്നു. എന്തുകൊണ്ടാണ്? റൈറ്റ് സൈഡിലായി നമ്മളെ ഫേസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നോക്ക്, ഇപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഓറഞ്ചിന്റെ ഫേസ് വന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നേരെ ഓപ്പോസിറ്റ് സൈഡ് റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി ഇതാ നമ്മുടെ വൈറ്റിന്റെ ലെയർ മുകളിലേക്ക് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നു. നേരെ ഫിറ്റ് ചെയ്തു. നേരെ താഴേക്ക് ഇറക്കിയിട്ടാ. ഇപ്പൊ നമ്മളെ വൈറ്റ് മൊത്തം ഫിറ്റ് ആയിട്ടാ. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതുപോലത്തെ ടീ ഉണ്ടല്ലോ, എല്ലാ സൈഡിലായിട്ട് വന്നെന്ന് ഉറപ്പ് വരുത്തട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല, ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം പോയിട്ടുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കാരണം തുടക്കക്കാർക്ക് ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവാം. അപ്പൊ ഇതുപോലത്തെ ടീ വന്ന ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നാൽ മതി. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ഈ കാണുന്ന സെക്കൻഡ് ലെയർ ഉണ്ടല്ലോ, ഇതിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനു വേണ്ടി നമ്മുടെ തേർഡ് ലെയറിൽ നോക്കുക. തേർഡ് ലെയറിൽ ഇതുപോലത്തെ കളേഴ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ രണ്ട് കളേഴ്സായി വരുന്ന കളേഴ്സ്, ഇത് നമ്മളാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിച്ച ശേഷം ഈ സെൻറ്റർ പീസിൽ വരുന്ന കളറുമായിട്ട് ഈ കളറും മാച്ച് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും മാച്ചഡാണ് ഓൾറെഡി. അപ്പോൾ നമുക്ക് മാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് മാച്ച് ചെയ്ത ശേഷം നമ്മുടെ മുകളിൽ കളർ ഏതാ? പച്ച. അപ്പോൾ പച്ചറ ഫേസ് ചെയ്താ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ പച്ചറ ഫേസ് ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ തേർഡ് ലെയറിനെ കൊണ്ടുപോകാം. തേർഡ് ലെയറിനെ റൈറ്റിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് നമ്മുടെ വൈറ്റിനുണ്ടല്ലോ, വൈറ്റ് നേരെ നമ്മൾ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ട ഭാഗം ഏതാണ്? ലെഫ്റ്റ് സൈഡാണ്. പച്ച ഇരിക്കുന്നത് ഏത് ഭാഗം? ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഇതിന് നമ്മൾ നേരെ വൈറ്റിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാം. കൊണ്ടുപോയ ശേഷം നമ്മൾ വൈറ്റിനെ എന്ത് ചെയ്യുക? വൈറ്റിന് ലെയർ നേരെ താഴേക്ക് ഇറക്കി. ഇനി നമ്മൾ കുറച്ചുമ്പോൾ ചെയ്ത സെയിം സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ചെയ്യേണ്ടത്. വെള്ളയുടെ സൈഡിലെ കളർ ഏതാ? ഓറഞ്ചിന്റെ ഫേസുമായി നമ്മൾ കണക്ട് ചെയ്തു. നമ്മളെ ഫ്രണ്ടിലേക്ക് നമ്മളെ ഫേസിനോട് നോക്കി, വെള്ളം ഇരിക്കുന്ന നമ്മളെ ഫേസിനോടാണ്. നമ്മൾ കുറച്ചുമ്പോൾ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ നേരെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു കേട്ടോ. ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി നമ്മൾ വൈറ്റിനെ നേരെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്തു. ഈ വൈറ്റിനെ നമ്മൾ നേരെ ഫിറ്റ് ചെയ്ത് കൊടുത്തു. നേരെ താഴേക്ക് ഇറക്കി. ഇപ്പൊ എന്തായി ശ്രദ്ധിച്ചു നിങ്ങൾ? ഓറഞ്ചിന്റെ ഫേസിന്റെ മുകളിലുണ്ടായിരുന്ന പച്ചേനെ നമ്മൾ ഇവിടേക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഇതുപോലെ നമ്മൾ മറ്റ് സ്റ്റെപ്പുകളും നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ രണ്ട് കളേഴ്സ് കണ്ടില്ലേ, ബ്ലൂവും ഓറഞ്ചും. ഇപ്പോൾ ഇത് മാച്ചിങ് അല്ല, ഇത് പച്ചറ ഫേസിലാണ് ഇരിക്കുന്നത്. നമുക്ക് ബ്ലൂവിന്റെ ഫേസിലേക്ക് കൊണ്ടുപോകാം. ആദ്യം ബ്ലൂവിന്റെ ഫേസിലെത്തി. ഇനി നമുക്ക് ബ്ലൂവിന്റെ മുകളിലുള്ള കളർ ഓറഞ്ച് ഏത് കളറിൽ ഈ സൈഡിലിരിക്കുന്നത്? ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് സൈഡ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി നമ്മുടെ വെള്ളേനെ മുകളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നമ്മളെ
ഈ സൈഡിലാണ് നമ്മൾ ഓറഞ്ച് ഇരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ. അതുകൊണ്ട് നമ്മൾ വൈറ്റിനെ നേരെ ബാക്കിലേക്ക് കൊണ്ടുപോയി നമ്മളെ വൈറ്റിൻ്റെ ലെയറിനെ നേരെ താഴേക്ക് ഇറക്കി. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് ഉണ്ടല്ലോ, നമ്മളെ വൈറ്റിനെ കൊണ്ടുപോയി സെയിം സ്റ്റെപ്പിന് ചെയ്യുക. ഫേസ് ഇവിടെ കറക്റ്റാക്കി വൈറ്റ് നേരെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു, നേരെ നമ്മളെ മുകളിലേക്ക് കൊണ്ടുവന്നു, ഫിറ്റ് ചെയ്ത് കൊടുത്തു, താഴേക്ക് ഇറക്കി. ഇപ്പം എന്തുണ്ടായി? ഇപ്പം നമ്മുടെ ഓറഞ്ചിന് നമ്മളിത് ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ കളേഴ്സ് കളറിൻ്റെ അടുത്തുണ്ട്, ചോപ്പും പച്ചയും. ഇപ്പം ചോപ്പിൻ്റെ ഫേസുമായി കണക്ട് ചെയ്ത് കൊടുക്കുക. ചോപ്പിൻ്റെ ഫേസുമായി കണക്ട് ചെയ്തു. ഇനി ഇവിടേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പം നമ്മളെ ചോപ്പിനെ കൊണ്ടുപോകുന്നത് കേട്ടോ. ചോപ്പിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു, വൈറ്റിനെ മുകളിലേക്ക് കൊണ്ടുവന്നു. നമുക്ക് കൊണ്ടുപോകേണ്ട ഭാഗം റൈറ്റ് സൈഡ് ആയതുകൊണ്ട് വൈറ്റിനെ മുകളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ വൈറ്റിനെ നേരെ ബാക്കിലേക്ക് കൊണ്ടുപോയി നമ്മുടെ ഇതിനെ നേരെ താഴേക്ക് ഇറക്കിയിട്ടാണ്. എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ ഇപ്പം നമ്മൾ വൈറ്റ് ഫേസ് എവിടെ ഇരിക്കണം നോക്കാം. ഇപ്പം ഇങ്ങനെ ഇരിക്കേണ്ടായിരുന്നു, നമ്മൾ ഇത്രയും ചെയ്യേണ്ടായിരുന്നു. നേരെ നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു, നമ്മൾ വൈറ്റും നമ്മുടെ ഫേസുമായി കണക്ട് ചെയ്തു. നമ്മളെ ഫേസുമായിട്ടാണ് വൈറ്റ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇത് കറക്റ്റഡ് ആണ്. അപ്പോൾ നേരെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു, നമ്മുടെ വൈറ്റിന് ലെയറിനെ നേരെ മുകളിലേക്ക് കൊണ്ടുവന്നു, ഫിറ്റ് ചെയ്തു, താഴേക്ക് ഇറക്കി. ഇപ്പം എന്തുണ്ടായി? നമ്മുടെ സെക്കൻഡ് ലെയർ മൊത്തത്തിൽ നമ്മൾ ഫില്ല് ചെയ്തു. ഇനി ഇവിടെ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ടായേക്കാം. എന്താ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ ഫേസാണ്, ഇത് പച്ച. നമുക്കിവിടെ ഓറഞ്ച് ഇല്ല, ഇവിടെ മുകളൊന്നും ഓറഞ്ച് ഇല്ല. നമുക്ക് ഫിറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് ഈ സെയിം സ്റ്റെപ്പിനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. കാണിച്ചു തരാം. അതായത് നമ്മൾ ഓറഞ്ചിൻ്റെ ഫേസ് ഇങ്ങോട്ടാണ്, നമുക്ക് കൊണ്ടുപോകേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്ക്. നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു, വൈറ്റ് നേരെ മുകളിലേക്ക് കൊണ്ടുവന്നു, നേരെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു, നേരെ സെയിം സ്റ്റെപ്പ് തന്നെ കേട്ടോ. ശ്രദ്ധിച്ചോ, സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ നമ്മളിതാ ഓറഞ്ചിൻ്റെ ഫേസുമായി കണക്ട് ചെയ്തു, നമ്മുടെ ഫേസിനോട് വെച്ചു, നേരെ ഓപ്പോസിറ്റ് സൈഡായ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു, നേരെ വൈറ്റിനെ കൊണ്ടുവരുന്നു, ഫിറ്റ് ചെയ്തു, താഴേക്ക് ഇറക്കി. ഇപ്പോൾ കണ്ടില്ലേ, ഇതും കൂടി നമുക്ക് ഫിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഓപ്ഷൻസ് നിങ്ങൾക്ക് വന്നേക്കാം. ഇപ്പോൾ മുകളിൽ ഇപ്പോൾ ഓറഞ്ച് വരണം എന്നില്ല ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഓറഞ്ച് എന്നല്ല, എല്ലാ കളേഴ്സും അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ സെക്കൻഡ് ലെയർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ വന്നേക്കാട്ടോ. അതായത് ഇവിടെ നോക്കി നോക്ക്, ഇവിടെ രണ്ട് കളറില്ല, സിംഗിൾ കളറുള്ളൂ, ഒറ്റ കളറുള്ളൂ. ഇവിടെയും ഒറ്റ കളറുള്ളൂ, ഇവിടെ എല്ലാവിടെയും ഒറ്റ കളറുള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്മൾ പുറത്തേക്ക് ഇറക്കണം. അതിന് വേണ്ടി എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നീലനെ എടുക്കാം. അപ്പം നീലയും കൂടിയുള്ള നീലയുടെ ഫേസിൽ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇവനെ പുറത്തേക്ക് ഇറക്കാം. ഇവനെ പുറത്തേക്ക് ഇറക്കാം നമ്മൾ സെയിം സ്റ്റെപ്പിനെ ചെയ്യാം. അതായത് നമുക്ക് ഇങ്ങടെ കൊണ്ടുവരുന്നതുകൊണ്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടുപോകുക, മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നു, തിരിക്കുന്നു. ഞാൻ റിപ്പീറ്റിൽ പറയുന്നില്ല, കാരണം നമുക്ക് അറിയാമല്ലോ സ്റ്റെപ്പ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യണം കേട്ടോ. അപ്പം എന്തുണ്ടായി? നമ്മളതാ ചോപ്പിനെ പുറത്തേക്ക് ഇറക്കി. ഇപ്പോൾ ചോപ്പിന് പുറത്തേക്ക് ഇറക്കിയപ്പോൾ നമുക്ക് ഏതെങ്കിലും ചോപ്പ് നീരും കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കണ്ട. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, നമ്മുടെ മഞ്ഞയുടെ ലെയർ ഉണ്ടല്ലോ, ഇതിൽ നമുക്കൊരു പ്ലസിനെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി ഇവിടെ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇവിടെയും കൂടിയും കിട്ടണം. അപ്പോൾ ഇപ്പം നമ്മൾ ഇത് ഈ സെക്കൻഡ് ലെയർ ഫില്ല് ചെയ്തവർക്കൊക്കെ ചിലപ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പം ചിലവർക്ക് വേറെ ഷേപ്പ് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ വീഡിയോയിൽ ഓരോന്ന് പറഞ്ഞുതരാം. ഇപ്പം ഇതുപോലെ കിട്ടിയവരെല്ലാവരും ഇങ്ങനെ പിടിക്കട്ടാ. ബാക്കിയുള്ളവരിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ഇതുപോലത്തെ ഷേപ്പ് പിന്നീട് വരും. ബാക്കിയുള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം ഓരോന്നായിട്ട്. ഇങ്ങനെ പിടിച്ച ശേഷം നമ്മുടെ വൈറ്റിനെ നേരെ മുകളിലേക്ക് കൊണ്ടുവരാം. വൈറ്റിൻ്റെ ലെയർ നമ്മൾ മുകളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ ബാക്കത്തെ ലെയർ ഉണ്ടല്ലോ, ഈ ബാക്കത്തെ ലെയറിനെ നേരെ ബാക്കത്തെ ലെയറിനെ നേരെ മുകളിലേക്ക് കൊണ്ടുവരാം. ഏത് ലെയറിനെ നമ്മൾ കൊണ്ടുവന്ന്? ബാക്കത്തെ ലെയർ കേട്ടോ. നേരെ ഒറ്റ സ്റ്റെപ്പ് മുകളിലേക്ക് കൊണ്ടുവരാം. കൊണ്ടുവന്ന ശേഷം നമ്മൾ ഈ തേർഡ് ലെയർ ഉണ്ടല്ലോ, ഇത് നമ്മൾ നേരെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാം. ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ വൈറ്റ് ഇവിടെ ഓൾറെഡി പൊന്തിയിട്ട് നിൽക്കണം. അതായത് നമ്മൾ വൈറ്റ് ഇവിടെ നിന്ന് പോയി നേരെ നമ്മളിത് ഇവിടേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളെ പൊന്തിച്ച സംഭവം നേരെ താഴേക്ക് ഇറക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച വൈറ്റ് ഉണ്ടല്ലോ, ഇത് നേരെ ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നേരെ താഴേക്ക് ഇറക്കി കൊടുക്കുക. ഇപ്പോഴും നമുക്ക് പ്ലസ് കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ ഒന്നും കൂടി ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ പിടിക്കുക, ഒരിക്കലും ഇങ്ങനെ ഒന്നും പിടിക്കരുത്. വേണമെങ്കിൽ ഇങ്ങനെ പിടിക്കാം. അതായത് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ച ശേഷം നമ്മൾ നേരെ റൈറ്റിലേക്ക് ആക്കുക. സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യുക. അതായത് ഈ വൈറ്റ് നേരെ മുകളിലേക്ക് കൊണ്ടുവന്നു, നമ്മളെ ബാക്കിലെ ലെയറിന് നേരെ മുകളിലേക്ക് കൊണ്ടുവന്നു. ഒറ്റ സ്റ്റെപ്പ് നമ്മളെ വൈറ്റിനെ ജസ്റ്റ് പൊന്തിക്കുകയായിരുന്നു. എന്നിട്ട് നമ്മൾ ഈ മുകളിലത്തെ ലെയർ ഉണ്ടല്ലോ, തേർഡ് ലെയർ നേരെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ ഈ മുകളിൽ കയറ്റി വെച്ച വൈറ്റിനെ നേരെ താഴേക്ക് ഇറക്കുന്നു. അപ്പോൾ അത് ഫിറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച് വൈറ്റ് ഉണ്ടല്ലോ, ഇത് നേരെ ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു, നേരെ താഴേക്ക് ഇറക്കുന്നു.
ഇപ്പൊ കണ്ടില്ലേ നമുക്കൊരു പ്ലസ് കിട്ടി. ഇനിയിപ്പോ ചിലവർക്ക് ഇതുപോലത്തെ ഒരു ജെയുടെ ഷേപ്പ് കിട്ടിയിട്ടുണ്ടാവും. ജെ എന്നൊക്കെ പറയാ. അപ്പൊ ഇതുപോലത്തെ ഒരു ഷേപ്പ് ഒരിക്കലും ഇങ്ങനെ പിടിക്കരുത് കേട്ടാ. ഇങ്ങനത്തെ ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ പിടിക്കണം. ഇതുപോലെ ഈ ജെ ഇങ്ങനെ വന്ന് ഇവിടെ ഫില്ല് ചെയ്യണ ലെവൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് സെയിം സ്റ്റെപ്പ് ചെയ്യുക. വൈറ്റ് നേരെ മുകളിലേക്ക് പൊന്തിക്കുക, ബാക്കത്തെ ലെയറിന് ഒറ്റ സ്റ്റെപ്പ് മുകളിലേക്ക് പൊന്തിക്കുക. എന്നിട്ട് ഈ തേർഡ് ലെയറിലെ വൈറ്റിനെ ലെഫ്റ്റിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മളിതാ ഈ വൈറ്റ് കയറ്റി വെച്ച വൈറ്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ നേരെ താഴേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മാറ്റി വെച്ച വൈറ്റിനെ ഇവിടെ ഫിറ്റ് ചെയ്ത ശേഷം ഇത് നമ്മൾ നേരെ താഴേക്ക് ഇറക്കുക. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ സെയിം സ്റ്റെപ്പിനെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. വൈറ്റ് നേരെ മുകളിലേക്ക് കൊണ്ടുവരിക, ബാക്കത്തെ ലെയറിന് ഒറ്റ പ്രാവശ്യം മുകളിലേക്ക് കൊണ്ടുവരിക, തേർഡ് ലെയറിലെ വൈറ്റിനെ ലെഫ്റ്റിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ മുകളിൽ കയറ്റി വെച്ച വൈറ്റിനെ നേരെ താഴേക്ക് ഇറക്കുക. ഈ മാറ്റി വെച്ച വൈറ്റിനെ നേരെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക, നേരെ താഴേക്ക് ഇറക്കുക. ഇപ്പോൾ കണ്ടില്ല നമുക്ക് പ്ലസ് കിട്ടി. പിന്നെ തുറക്കക്കാർ മെയിൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ചെയ്യുന്നതിനിടയിൽ ചിലപ്പോൾ ക്യൂബ് നമ്മൾ കയ്യിൽ നിന്ന് മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്ത് ഇപ്പോൾ സെക്കൻഡ് ലെയർ ഒക്കെ കയ്യിൽ നിന്ന് പോയിണ്ടാവും. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആദ്യം സെക്കൻഡ് ലെയർ ഫില്ല് ചെയ്യാട്ടോ. ഫില്ല് ചെയ്തിട്ട് ശേഷം ആ തേർഡ് ലെയർ ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ തേർഡ് ലെയർ ഫില്ല് ആവൂല. അപ്പൊ ശ്രദ്ധിക്കുക എല്ലാവരും മെയിൻ ആയിട്ട്. അപ്പൊ നമ്മൾ ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ചെറിയൊരു ഫിഷ് എന്നൊക്കെ പറയാട്ടോ. ഫിഷിന് തല, 2 വാല്. അപ്പോൾ ജസ്റ്റ് അങ്ങനെ പറയാ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ഷേപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ തന്നെ പിടിക്കണം കേട്ടോ. അതായത് ഫിഷിന്റെ വാലിന്റെ ഇവിടെ ആയിട്ട് പിടിക്കുക. അപ്പൊ ചിലവർക്ക് അത് ഇങ്ങനത്തെ ഷേപ്പ് വന്നിട്ടുണ്ടാവില്ല. അവർക്ക് ഇനി ഓരോന്ന് സിറ്റുവേഷൻസ് ഉണ്ടാവാം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയില്. അപ്പൊ ഇങ്ങനെ വന്നവരെല്ലാവരും ഇങ്ങനെ പിടിച്ച ശേഷം നമ്മുടെ ക്യൂബിന്റെ ഈ റൈറ്റ് സൈഡ് ഉണ്ടല്ലോ, വൈറ്റിന്റെ ഈ ഭാഗം, ഈ വൈറ്റിനെ നമ്മൾ നേരെ പൊന്തിക്കുക. എന്നിട്ട് ഒറ്റ പ്രാവശ്യം ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത ശേഷം നേരെ ഈ വൈറ്റിനെ നമ്മൾ നേരെ താഴേക്ക് ഇറക്കുക. ഒന്നും കൂടി ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് വൈറ്റിനെ നേരെ മുകളിലേക്ക് ആക്കുക. എന്നിട്ട് ഇത് 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. 1, 2. ഇത് ഫിറ്റായി. എന്നിട്ട് നേരെ താഴേക്ക് ഇറക്കാം. ഇപ്പോൾ നമുക്ക് സെയിം ഫിഷ് തന്നെ പിന്നെയും വന്നൂല. നോക്കി നോക്ക്, സെയിം ഫിഷ് തന്നെയല്ലേ. അപ്പൊ അത് ഒന്നും കൂടി പിടിക്കുക. ഒന്നും കൂടി ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ തന്നെ പിടിക്കണം, തെറ്റരുതിട്ടാ. തുറക്കക്കാർക്ക് മെയിൻ വരുന്ന മിസ്റ്റേക്കാണ്. ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൽ ഒരുപാട് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് റിപ്പീൽ ഈ ഭാഗം. അപ്പോൾ നേരെ നമ്മൾ മുകളിലേക്ക് വൈറ്റിനെ കൊണ്ടുവരുന്നു. ഒറ്റ പ്രാവശ്യം ലെഫ്റ്റിലേക്ക് തിരിക്കുന്നു. നേരെ നമ്മൾ കൊണ്ടുവന്ന വൈറ്റിനെ നേരെ താഴേക്ക് ഇറക്കുന്നു. എന്നിട്ട് പിന്നെയും ഒന്നും കൂടി നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിക്കുന്നു. എന്നിട്ട് നമ്മൾ വൈറ്റിനെ നേരെ മുകളിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ 2 പ്രാവശ്യം തിരിക്കുന്നു. പിന്നെ 2 പ്രാവശ്യം തിരിച്ചു, ഫിറ്റ് ചെയ്തു, താഴേക്ക് ഇറക്കി. ഇപ്പൊ നമ്മളെ മഞ്ഞ ലെയർ ഫിറ്റായി. ഇനിയിപ്പോൾ കുറച്ച് പേർക്കൊക്കെ പ്ലസ് കിട്ടിയത് ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ കിട്ടിയത് എല്ലാവരും ഇങ്ങനെ പിടിക്കട്ടെ. നമുക്ക് ഫിഷിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിടിക്കണേ. ഇങ്ങനെ പിടിച്ച ശേഷം ഈ മഞ്ഞ ഇങ്ങനെ തന്നെ പിടിക്കണം. എന്നിട്ട് നമ്മൾ ഈ വൈറ്റിനെ നേരെ മുകളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നമ്മളിതാ ഈ വൈറ്റിനെ നേരെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. നേരെ താഴേക്ക് ഇറക്കുന്നു. നമ്മൾ സെയിം കുറച്ചും ചെയ്ത സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വൈറ്റിനെ നേരെ ലെഫ്റ്റിലേക്ക് ഒന്നുകൂടി കൊണ്ടുവന്നു. ഈ വൈറ്റിനെ നേരെ മുകളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ 2 പ്രാവശ്യം ചെയ്യും. സെയിം സംഭവം, ഒരു വ്യത്യാസമില്ല, സെയിം തന്നെ ചെയ്യാം. ഇപ്പൊ കണ്ടില്ല നമുക്ക് ഫിഷ് വന്നു. ഇപ്പൊ ചിലർക്കൊക്കെ ഇതുപോലെ തന്നെ പ്ലസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോഴും നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യാട്ടോ. അപ്പൊ നമ്മൾ നമ്മുടെ മഞ്ഞയുടെ സ്റ്റെപ്പും ഫില്ല് ചെയ്തു. ഇനി 2 സ്റ്റെപ്പും കൂടെ ഉള്ളൂ നമ്മളെ ക്യൂബ് സോൾവ് ചെയ്യാൻ വേണ്ടി. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താന്ന് വെച്ചാൽ ഇതുവരെ നമ്മുടെ മഞ്ഞയുടെ സ്റ്റെപ്പ് വരെ കംപ്ലീറ്റ് ചെയ്യാം, വീഡിയോ കാണാതെ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. എങ്കിൽ മാത്രം നിങ്ങൾ അടുത്ത 2 സ്റ്റെപ്പിലേക്ക് വന്നാൽ മതി എന്ന് ഞാൻ നിങ്ങളോട് പറയുള്ളൂ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നെ കൊണ്ടൊന്ന് ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞ് ഗീവ് അപ്പ് ചെയ്യുന്ന ടൈം. ഞാനൊക്കെ അവിടെ കിടന്ന് ഉരുണ്ടിട്ടുണ്ട്. ഒരുപാട് മിസ്റ്റേക്ക് ചെയ്തിട്ടാണ് ഞാൻ ക്യൂബ് സോൾവ് ചെയ്യാൻ പഠിച്ചത്. കാരണം മെയിൻ സ്റ്റെപ്പ് നമ്മൾ വീഡിയോ കാണും, അതുപോലെ ചെയ്യും. അവിടെ നിന്ന് നടന്ന് മിസ്റ്റേക്ക് ആവും, എന്നെ കൊണ്ട് വരില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുവരെ കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ അടുത്ത 2 സ്റ്റെപ്പിൽ കയറുക. ഇതുവരെ നിങ്ങൾക്ക് ഇക്വേഷൻസ് ഒന്നും ഇല്ലാതെ വീഡിയോയിലൂടെ മാത്രം പറഞ്ഞു. പക്ഷെ ഇനിയുള്ള 2 ഇക്വേഷൻസ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അത് സിമ്പിൾ ഇക്വേഷൻസ് ആണ്. ഞാൻ വീഡിയോയുടെ സ്ക്രീനിൽ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കാണാപ്പാഠം പഠിക്കൊന്നും വേണ്ട. അത് നിങ്ങൾ ജസ്റ്റ് സ്ക്രീനിൽ വീഡിയോയിൽ പറയുന്ന പോലെ അതുപോലെ ചെയ്ത് റിപ്പീറ്റിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിച്ചോളും. അപ്പോൾ നിങ്ങൾ കാണാപ്പാഠം പഠിക്കുന്നു ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാനൊന്നും കാണാപ്പാഠം പഠിച്ചിട്ടേ ഇല്ല. അപ്പൊ നമ്മൾ ഇക്വേഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇക്വേഷൻസിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മളെ റൈറ്റ് ആണ് നമുക്കറിയാം. അപ്പോൾ ഈ റൈറ്റ് ഞാൻ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റൈറ്റ് വെച്ച സംഭവത്തിനെ നേരെ ബാക്കിലേക്ക് കൊണ്ടുവരിക. ഇനി ഞാൻ പറയും അപ്പ് എന്ന് പറയും. അപ്പൊ അപ്പ് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവുക. ഞാൻ അപ്പ് ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഈ സംഭവം നേരെ ബാക്കിലേക്ക് കൊണ്ടുവരിക. ഇനി ഞാൻ പറയും ഫേസ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഫേസ് നിങ്ങൾ കൊണ്ടുവരിക. എന്നിട്ട് ഞാൻ ഫേസ് ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ നേരെ കൊണ്ടുവന്നതിനെ നേരെ ബാക്കിലേക്ക് കൊണ്ടുപോവുക. ഇനി ഞാൻ ബാക്ക് 2 ടൈംസ് എന്ന് പറയും. അപ്പൊ നമ്മൾ ബാക്കിലേക്ക് പോയിട്ട് ഈ ബാക്ക് 1, 2,
2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ നമ്മുടെ മഞ്ഞ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു ഫേസ് ഫില്ലായിട്ടുണ്ടാവും ചിലവരുടെ. അപ്പോൾ ഫില്ലായവർ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഓറഞ്ച് ജസ്റ്റ് ഒന്ന് ഫില്ലായിട്ടുണ്ട്. ഇല്ല, ഒന്നും കൂടി ഫില്ലാവണ്ടല്ലേ. ഇപ്പൊ ഫില്ലായി ചിലവരിപ്പോൾ മൊത്തത്തിൽ ഫില്ലായിട്ടുണ്ടാവും. അപ്പൊ അവരെല്ലാവരും ഇതാ ഇങ്ങനെ പിടിക്കട്ടാ. ഏതാ ബാക്ക് സൈഡ്, നമ്മളെ കൈയിന്റെ ബാക്ക് സൈഡിലായിരുന്നു ഇതിങ്ങനെ വരേണ്ടത് ഫില്ലായ സ്പേസ്. ഇപ്പൊ ഞാൻ ഇത് ഒന്നാ ഫില്ലാകത്തുള്ളൂ, എന്നാലും ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. നമ്മള് ഇങ്ങനെ പിടിച്ച ശേഷം ഞാൻ പറയുന്ന ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുക. റൈറ്റ് ആന്റി ക്ലോക്ക് വൈസ് നമ്മൾ നേരെ താഴേക്ക് ഇറക്കുക. എന്നിട്ട് ഞാൻ പറയാണ് ഫേസ്, നമ്മൾ നേരെ ഇങ്ങനെ ആക്കുക. എന്നിട്ട് റൈറ്റ് ആന്റി ക്ലോക്ക് വൈസ്, നേരെ റൈറ്റ് ആന്റി ക്ലോക്ക് വൈസ്. ബാക്ക് 2 ടൈംസ്, അപ്പോൾ ബാക്ക് 2 പ്രാവശ്യം ആക്കുക. 1 2. നമ്മൾ റൈറ്റ്, അപ്പോൾ നമ്മൾ റൈറ്റ് ആക്കുക. ഫേസ് ആന്റി ക്ലോക്ക് വൈസ്, ഫേസ് നേരെ ആന്റി ക്ലോക്ക് വൈസ് ആക്കുക. ഇനി റൈറ്റ് ആന്റി ക്ലോക്ക് വൈസ്, അപ്പോൾ നേരെ നമ്മൾ റൈറ്റ് ആന്റി ക്ലോക്ക് വൈസ്. ബാക്ക് 2 ടൈംസ്, അപ്പോൾ നമ്മൾ ബാക്ക് 2 പ്രാവശ്യം തിരിക്കുക. കണ്ട, ബാക്ക് റൈറ്റ് ആൻഡ് ബാക്ക് 2 ടൈംസ് തിരിക്കുക. റൈറ്റ് 2 ടൈംസ്, അപ്പോൾ നമ്മൾ റൈറ്റ് 2 പ്രാവശ്യം തിരിക്കുക. 2 പ്രാവശ്യം. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഷേപ്പ് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ കാണിച്ചത് ഇതിലേതെങ്കിലുമൊക്കെ ഫില്ലാക്കാം. ചോപ്പ് ഫില്ലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഷേപ്പ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ടാവുക. അതൊക്കെ നമ്മൾ പോയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളെ ഫൈനൽ സ്റ്റെപ്പാട്ടോ. അപ്പോൾ ഫൈനൽ സ്റ്റെപ്പിന് വേണ്ടി നമുക്കിത് ഇങ്ങനെ തന്നെ കിട്ടണം കേട്ടോ. ഇങ്ങനെ ഒരു ക്രോസ് കിട്ടും. സെൻറ്റർ പീസ് മാച്ച് ആവാത്ത ലെവലിൽ ക്രോസ് കിട്ടും. അപ്പോൾ ചിലവർക്ക് ഇങ്ങനെ കളർ ചിലപ്പോൾ ഫില്ലായിട്ടുണ്ടാകും. ചിലപ്പോൾ ഇവിടെയും ചിലപ്പോൾ ഒരു ക്രോസ് ആയിട്ട് വന്നേക്കാം. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ ഈ പറയുന്ന ഇക്വേഷനാണ് ഞാൻ അടുത്ത നമ്മൾ ചെയ്യേണ്ടത്. ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങളെ ഏത് സൈഡാണോ കളർ ഫില്ലായി നോക്കുക. എന്നിട്ട് അത് നേരെ ബാക്കിലേക്ക് പിടിക്കട്ട. അതൊരിക്കലും മറക്കരുത് കേട്ടോ. ഒരിക്കലും ഇങ്ങനെ ഒന്നും പിടിക്കരുത്, ഇങ്ങനെ തന്നെ പിടിക്കണം. ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ റൈറ്റ് 2 ടൈംസ്, നമ്മൾ ഈ കാണാൻ റൈറ്റ് ഉണ്ടല്ലോ 2 പ്രാവശ്യം കറക്കട്ട. അപ്പ്, അപ്പോൾ നമ്മൾ അപ്പ് ലെഫ്റ്റിലേക്ക് ആക്കുക. റൈറ്റ് ആക്കുക. അപ്പ് ആക്കുക. റൈറ്റ് ആന്റി ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ് തിരിക്കുക. അപ്പ് ആന്റി ക്ലോക്ക് വൈസ്, അപ്പ് ആന്റി ക്ലോക്ക് വൈസ് തിരിക്കുക. റൈറ്റ് ആന്റി ക്ലോക്ക് വൈസ്. അപ്പ് ആന്റി ക്ലോക്ക് വൈസ്. റൈറ്റ് ആന്റി ക്ലോക്ക് വൈസ്. അപ്പ് റൈറ്റ് ആന്റി ക്ലോക്ക് വൈസ്. ഇപ്പൊ കണ്ട നമ്മുടെ ക്യൂബ് അങ്ങനെ സോൾവ് ചെയ്തു. ഫൈനൽ സ്റ്റെപ്പ് നമ്മൾ സോൾവ് ചെയ്തു കേട്ടാ. ഇപ്പൊ കുറച്ച് പേർക്കെങ്കിലും ഇതുപോലെ വന്നിട്ടുണ്ടാവും. ഒരു ഭാഗത്തും കളർ ഫില്ലായി ഉണ്ടാവില്ല. എല്ലാ സെൻട്രൽ പീസിലും കളറ് മാച്ചിങ് ആവില്ല. അപ്പൊ അവരും ഈ സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റിൽ ഒന്നും കൂടി ചെയ്യുക. ഇപ്പൊ ഇത് മൊത്തം സോൾവ് ചെയ്ത് ഇതുപോലെ ആക്കിയപ്പോ എന്തോ ഒരു വലിയൊരു സംഭവം നേടിയ ഫീൽ ചെയ്യുന്നില്ലേ? എനിക്ക് ആ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സോൾവ് ചെയ്ത എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യട്ടാ. അപ്പൊ ഓക്കെ, ബൈ.